ഒരു ക്യൂരിയോസിറ്റി നിസ്കാരത്തിനും ഇങ്ങനൊരു സംഭവം. കാരണം ഞാൻ ഇഷ ഫൗണ്ടേഷൻ മുതൽ ഗോർ ഗോപാൽ ദാസ് മുതൽ ഒട്ടുമിക്ക സ്ഥലത്തും പോയിട്ട് പഠിച്ച ഒരു കാര്യം ഏകാഗ്രത, മൈൻഡ്ഫുൾനെസ് ഇതുണ്ട്. എങ്ങനെ എവിടെ ഇതിനെ സ്പിരിച്വലി എങ്ങനെ കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ പുതിയൊരു സാധനം. പല മേഖലകളിലും ഞാൻ പോയിടത്തോളം എല്ലാ സ്ഥലത്തും മുസ്ലിം ചെറുപ്പക്കാരുടെ പ്രസൻസ് ഉണ്ട്. അവർ പറയുന്നത് ഞാനിവിടെ ഏകാഗ്രതയ്ക്ക് വേണ്ടി വന്നതാണ്, ചില ആൾക്കാർ പറയുന്നത് ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ തിരിച്ച് അവർ നിസ്കാരത്തിലൂടെ ഇതെല്ലാം കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന് എത്ര പറഞ്ഞാലും നിങ്ങളുടെ എഫേർട്ടിനെ ഒരു കാരണവശാലും വിലമതിച്ച് കുറച്ച് കാണാൻ പറ്റില്ല. നിസ്കാരത്തിൽ ഏകാഗ്രതയുടെ വലിയ വിഷയം ഉണ്ടായിരുന്നില്ല, കാരണം മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ഖിയാമിൻ്റെ നൃത്തം അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സ്പൈനൽ കോഡിൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തൊരു റൂട്ട് ഇറങ്ങുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാല് ഭൂമിയായിട്ട് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത് എനിക്ക് ഉസ്താദിൻ്റെ ആ മൊത്തം ഫർളുകളിൽ വെച്ച് ഒരു സാധനത്തിൻ്റെ ഒരു ആഡ് ഓൺ അത് വല്ലാതെ തന്നെ അട്രാക്ട് ചെയ്തു. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു സറണ്ടർ. പോലീസുകാരൻ സറണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സറണ്ടർ ആവുക. പക്ഷെ അതിനൊരു ഡയമെൻഷൻ കൂടി കാറ്റ് തഴുകുന്ന ഒരു സംഭവത്തിനെ ഇമാജിൻ ചെയ്തപ്പോൾ എല്ലാ കാറ്റുകളെയും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ പിറകോട്ടാക്കി അള്ളാഹുവിനെ സറണ്ടർ ചെയ്യുന്നുള്ളൊരു ആഡ് ഓൺ കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ ബ്യൂട്ടി വേറൊന്നായിരുന്നു. ഇപ്പം എനിക്കിപ്പം എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഫിലോസഫിയും എല്ലാ തത്വചിന്തകളും എല്ലാ നമ്മളെ പ്രാക്ടീസുകളും ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം നമ്മളെ നിസ്കാരമാണെന്നുള്ളൊരു ഫീലിംഗ് തന്നതിന് ഉസ്താദിന് ഒരുപാട് നന്ദിയുണ്ട്.